എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ആദ്യത്തെ പാഠത്തിൽ, അതായത് സുഹൃതഹാരങ്ങൾ എന്ന് പറയുന്ന കുമാരനാശാൻ്റെ കവിതയിൽ നിന്നും ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായും കാണാൻ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. അല്ലല്ലതു കഥയിതു കഷ്ടമേ, അല്ലാലാലങ്ങു ജാതി മറന്നിതോ. ജാതി മറന്നതിന് കാരണമായി മാതങ്കി ചൂണ്ടിക്കാണിക്കുന്നത് എന്ത്? ഇവിടെ 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അല്ലൽ, വെയിൽ, ജാതി, കഥയില്ലാത്ത അവസ്ഥ. എന്താണ് ഉത്തരമായി വരുന്നത്? അല്ലലാണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം. കോപമേലരുതേ, ഇങ്ങനെ മാതങ്കി പറയാൻ കാരണമെന്ത്? ആനന്ദ ബിഷുവിനോട് മാതങ്കി അപേക്ഷിക്കുന്ന വാക്കാണിത്. കോപമേലരുതേ എന്ന വാക്ക് ആനന്ദ ബിഷുവിനോട് മാതങ്കി അപേക്ഷിക്കുന്ന വാക്കാണ്. എന്നോട് കോപിക്കരുതേ എന്ന് ദാഹാർത്തനായി ഭിക്ഷു ജലം ചോദിച്ചു. താണജാതിയിൽപ്പെട്ട താൻ ജലം നൽകിയാൽ അദ്ദേഹത്തിന് പാപമുണ്ടാകും. അതുകൊണ്ടാണ് കോപിക്കരുതേ എന്ന് മാതങ്കി അഭ്യർത്ഥിച്ചത്. മൂന്നാമത്തെ ചോദ്യം. തന്നുയാണവൾ കല്ലലിരുമ്പല്ല. മാതങ്കിയുടെ മനോഭാവം കവി എങ്ങനെ വ്യക്തമാക്കുന്നു? തന്നുയാണവൾ കല്ലലിരുമ്പല്ല. ഭിക്ഷു നിർബന്ധിച്ചപ്പോൾ അവൾ ദാഹജലം കൊടുക്കാൻ തീരുമാനിച്ചു. ഗ്രാമീണ പെൺകൊടിയാണവൾ. കള്ളമോ കപടതയോ ഇല്ലാത്തവൾ, ആർദ്ര മനസ്സുള്ളവൾ. മാതങ്കിയുടെ ശുദ്ധവും സ്നേഹാർദ്രവുമായ മനസ്സാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇതൊരു 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. നാലാമത്തെ ചോദ്യം. അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്ദാരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. സുഹൃതഹാരങ്ങൾ എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കി ഒരു ഖണ്ഡിക തയ്യാറാക്കുക. നമ്മുടെ ഈ ഒരു കവിതയുടെ പേര് സുഹൃതഹാരങ്ങൾ എന്നാണ്. ഇത് എത്രത്തോളം ഈ കവിതയ്ക്ക് അനുയോജ്യമാണ് എന്നതൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഖണ്ഡികയാണ് തയ്യാറാക്കേണ്ടത്. ദാഹാർത്തനായി വെയിലിൽ വലന് ഭിക്ഷു കിണറ്റിൻ്റെ കരയിലെത്തി. ഗ്രാമത്തിൻ്റെ പുറത്ത് വസിക്കുന്ന താണജാതിയിൽ ജനിച്ച മാതങ്കി എന്ന കന്യക വെള്ളം കോരുകയാണ്. ആനന്ദ ഭിക്ഷു അവളോട് ജലം ചോദിക്കുന്നു. ജാതി പറഞ്ഞ് അവൾ നിരസിക്കുന്നു. ഞാൻ ജാതി ചോദിക്കുന്നില്ലെന്നും നാവ് വരണ്ടതുകൊണ്ട് അല്പം ജലം തരണമെന്നും ഭിക്ഷു പറയുന്നു. മാതങ്കി ജലം നൽകുന്നു. ഇത്തരമൊരു അനുഭവം ജാതി കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ മാതങ്കിക്ക് അത്ഭുതമുണ്ടാക്കുന്നതായിരുന്നു. ആനന്ദ ഭിക്ഷുവിനോട് അവൾക്ക് അത്യധികം ബഹുമാനവും സ്നേഹവും തോന്നി. അവൾ ജലം നൽകി. ശുദ്ധജലം കൈപ്പുടത്തിൽ തുള്ളിയായി വീണു. ഭിക്ഷു അത് പാനം ചെയ്തു. ആനന്ദ ഭിക്ഷുവിനോടുള്ള അത്യധികമായ ആത്മസ്നേഹമാണ് അവൾ നൽകിയ ഓരോ തുള്ളിയിലും എന്ന് കാണുന്നു. അതുകൊണ്ട് ആ ജലത്തുള്ളികൾ അവളുടെ മനസ്സിൽ മാലയായി ശോഭിച്ചു. ആനന്ദത്തിൻ്റെ വധുവായി മനസ്സുകൊണ്ട് അവൾ മാറിയെന്നർത്ഥം. ഈ ആശയം പൂർണ്ണമാകാൻ ഉതകുന്ന ശീർഷകമാണ് സുഹൃതഹാരങ്ങൾ. ഇനി നമുക്ക് 6 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ചണ്ടാൽ അഭിഷുകി അഥവാ മാതങ്കിയെക്കുറിച്ചുള്ള ഒരു കഥാപാത്ര നിരൂപണമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. കുമാരനാശാൻ എന്ന കവി മലയാള സാഹിത്യത്തിൽ അനേകം തേജസ്സുറ്റ നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. നളിനി, ലീല, സീത തുടങ്ങിയ കഥാപാത്രങ്ങൾ ആത്മീയ പ്രബുദ്ധത വഹിക്കുന്ന കഥാപാത്രങ്ങളാണ്. എന്നാൽ ചണ്ടാൽ അഭിഷുകിയിലെ മാതങ്കിയുടെ ദുരവസ്ഥയിലെ സാവിത്രി അന്തർജനവും ആത്മീയതയോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും കൂടിയുള്ള കഥാപാത്രങ്ങളാണ്. ചണ്ടാൽ അഭിഷുകിയിൽ ഉയർന്ന ജാതിയിലുള്ളത് പുരുഷന്മാരാണെങ്കിൽ ദുരവസ്ഥയിൽ സ്ത്രീയാണെന്ന് മാത്രം. ചണ്ടാൽ അഭിഷുകിയിലെ പ്രധാന കഥാപാത്രമായ മാതങ്കി ഒരു പ്രത്യേക അവസരത്തിലാണ് ആനന്ദ ഭിക്ഷുവിനെ കണ്ടെത്തുന്നത്. ജാതിയുടെ ഭീകരതയിൽപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു വർഗത്തിൽപ്പെട്ട മാതങ്കിയോട് ഞാൻ ജാതി ചോദിക്കുന്നില്ല, ഇത്തിരി ദാഹജലം തരൂ എന്ന് പറയുന്ന ആനന്ദ ഭിക്ഷുവിനെ അവൾ അതിരിട്ട് സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ എന്തർത്ഥം? ആ നിമിഷം മുതൽ മാതങ്കി മറ്റൊരാളാവുകയായിരുന്നു. അവരുടെ മനസ്സാകെ ആ ഭിക്ഷുവിനെ കൊണ്ട് നിറഞ്ഞു. തൻ്റെ ജീവിതം ആ ഭിക്ഷുവിനോടൊത്ത് മാത്രം എന്നവൾ ഉറച്ചു. പിന്നെയുള്ള മാതങ്കിയുടെ ജീവിതം ഒരു ഭിക്ഷുക്കിയുടെ ജീവിതമായിരുന്നു. ഉദാത്തമായ സ്നേഹം മാംസനിബന്ധമല്ലെന്ന് തെളിയിക്കുകയാണ് ആശാൻ ഈ കൃതിയിൽ. ഒറ്റ വായനയിൽ തന്നെ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപപ്പൊലിമയുള്ള കഥാപാത്രമാണ് മാതങ്കി. ഇത്രയുമാണ് നിങ്ങൾ 6 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഥാപാത്ര നിരൂപണത്തിൽ എഴുതേണ്ടത്. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്. ആനന്ദ ഭിക്ഷുവിന് ജലം നൽകുന്ന മാതങ്കിയെ കവി എങ്ങനെ അവതരിപ്പിക്കുന്നു? സ്വഭാവോക്തി വർണ്ണന തയ്യാറാക്കുക. ജാതി ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് ദാഹജലം തന്നാലും എന്ന് പറഞ്ഞ ആനന്ദ ഭിക്ഷു മാതങ്കിയുടെ മുൻപിൽ ചുവന്ന താമരയുടെ മനോഹാരിതയുള്ള കരപ്പുടം നീട്ടി.
അതീവ താല്പര്യത്തോടെ മാതങ്കി ജലം ഒഴിച്ചു കൊടുത്തു. ആനന്ദഭിഷുവിന് ജലം നൽകുന്ന മാതങ്കിയെ കവി ഇങ്ങനെ അവതരിപ്പിക്കുന്നു. ഇടതിങ്ങിയ തലമുടി മൂടിക്കിടക്കുന്നതും മുഖം മറഞ്ഞു കിടക്കുന്നതുമായ മനോഹരമായ സാരി, അല്പം ഒതുക്കി മനോഹരമായി വദനത്തിൽ ചെറിയ ചിരി പരത്തി അത്യധികം വിസ്മയിച്ച് വിടർന്ന നക്ഷത്രം പോലെ സുന്ദരിയായ അവൾ മാതങ്കി അല്പനിമിഷം നിന്നുപോയി. ചോരയുടെ നിറമുള്ള അതിസുന്ദരനായ അരുണൻ്റെ രശ്മികൾ ശരീരത്തിൽ മൂടി പുലർച്ചയിൽ നിൽക്കുന്ന ചെന്താമരയുടെ അല്ലിയിൽ വണ്ടിണ ചെന്നു മുട്ടി നിൽക്കും പോലെയായിരുന്നു മാതങ്കിയുടെ നോട്ടം ആനന്ദഭിഷുവിൻ്റെ കൈവെള്ളയിൽ മുട്ടിനിന്നത്. മാതങ്കിയുടെ നിൽപ്പവും നോട്ടവും അവളുടെ മുഖഭാവവും കണ്ണുകളിൽ വിടരുന്ന സ്നേഹവും അതിശയവും എല്ലാം കവി നന്നായി ചിത്രീകരിച്ചിരിക്കുന്നു. സൂക്ഷ്മ സ്വഭാവം വർണ്ണിക്കുന്നതാണ് സ്വഭാവോക്തി വർണ്ണന. മാതങ്കിയുടെ ശരീരവും മനസ്സും മനോഭാവവും ഈ വർണ്ണനയിൽ വ്യക്തമാകുന്നു. ഈ ഒരു പാഠത്തിൽ നിന്നും പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ 6 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ മാതങ്കിയുടെ കഥാപാത്ര നിരൂപണം ഈ പാഠത്തിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങുന്ന വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്.